ഈ ജനാഭിപ്രായങ്ങൾ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സർ, ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. കേന്ദ്ര BJP സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾക്കെതിരായും കർഷകദ്രോഹ നയങ്ങൾക്കെതിരായും ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ കേന്ദ്ര സംഘടനകൾ ഡൽഹിയിൽ സമ്മേളിച്ച് ദേശീയ പ്രക്ഷോഭത്തിനും മെയ് മാസത്തിൽ പൊതുപണിമുടക്കം നടത്താനും ആഹ്വാനം ചെയ്യുന്ന കൺവെൻഷൻ ചേരുന്ന ദിവസമാണിന്ന്. സർ, നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങൾ 4 കോഡുകളാക്കി പാർലമെൻറ്റ് പാസാക്കി കഴിഞ്ഞു. തൊഴിലാളികളുടെ ചെറുത്തുനിൽപ്പ് മൂലം ഫൈനൽ റൂൾസ് നോട്ടിഫൈ ചെയ്തിട്ടില്ല. എന്നാൽ ഈ സാമ്പത്തിക വർഷം മുതൽ ഈ കരിനിയമങ്ങൾ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ചെറുത്തുതോൽപ്പിക്കണമെന്നാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. സർ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ മിനിമം വേജ് നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. 87 മേഖലകളിൽ മിനിമം വേതനം നിശ്ചയിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. പുതിയ കോഡുകൾ പ്രാവർത്തികമായാൽ മിനിമം വേജ് ലഭ്യമാകാൻ കഴിയാത്ത അവസ്ഥ വരും എന്ന ആശങ്ക തൊഴിലാളികൾക്കുണ്ട്. സർ, ബോണസ് ആക്ടിൽ വരുത്തുന്ന മാറ്റം ഇന്ന് ബോണസ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല തൊഴിലാളികൾക്കും സാരമായി ബാധിക്കും. സർ, തൊഴിലാളികളുടെ ജോലി സമയം 12 മണിക്കൂർ വരെയാക്കാൻ ഉടമകൾക്ക് അനുവാദമുണ്ട്. IT മേഖലയിലും മറ്റും ഇപ്പോൾ തന്നെ നടത്തുന്ന അധ്വാന ചൂഷണത്തിന് നിയമപരിരക്ഷ ലഭിക്കുമെന്ന് മാത്രമല്ല, ഇത് മുതലാളി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാ നിയമവ്യവസ്ഥകളും മറികടക്കുന്ന രൂപത്തിലേക്കുള്ള അവർക്ക് സംരക്ഷണം ലഭിക്കും. സർ, പുതിയ കോഡ് ഓൺ വേജസ് വ്യവസ്ഥകൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളെയും ബാധിക്കുമെന്നതാണ് പ്രത്യേകത. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തെ തടയിടാൻ നിരവധി വകുപ്പുകൾ പുതിയ നിയമത്തിലുണ്ട്. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ട്രേഡ് യൂണിയൻ അംഗീകാരം തന്നെ റദ്ദാക്കും. മോട്ടോർ മേഖല, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ് മേഖല തുടങ്ങിയ നിരവധി തൊഴിൽ മേഖലയിലെ തൊഴിലാളികളുടെ പരിരക്ഷ ഇല്ലാതാക്കുന്ന അവസ്ഥ വരും. സർ, പല വെൽഫെയർ ഫണ്ട് ബോർഡുകളും നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇന്ത്യയിലെ തൊഴിലാളികൾ, വിശേഷിച്ച് കേരളത്തിലെ തൊഴിലാളികൾ പ്രക്ഷോഭ സമരത്തിൽ കൂടി നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളും സേവന വേതന വ്യവസ്ഥകളുമാണ് ഈ ലേബർ കോഡുകൾ പ്രയോഗത്തിൽ വരുന്നതോടെ ഇല്ലാതാകുന്നത്. തൊഴിലാളികളുടെ സംഘടന ശക്തി ഇല്ലാതാക്കി വിലപേശൽ കഴിവ് നശിപ്പിക്കുന്നതും മുതലാളിമാർക്ക് പരിരക്ഷ നൽകുന്നതുമാണ് പുതിയ ലേബർ കോഡുകൾ. 300-ൽ താഴെയുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകാൻ മുതലാളിമാർക്ക് ആരോടും ചോദിക്കേണ്ടതില്ല എന്നതാണ് നിയമം പറയുന്നത്. സർ, സ്കീം വർക്കേഴ്സിനെ സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട് ഇവിടെ. ഞാനെനിക്ക് വിശദമായി കിടക്കുന്നില്ല. പക്ഷേ സ്കീം വർക്കേഴ്സിന് ഒരു നിയമ പരിരക്ഷയും ഈ കോഡ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു പരിരക്ഷയും ഈ കോഡിനകത്തില്ല. സർ, ഈ നിയമത്തിനെതിരായാണ് ഡൽഹിയിൽ കൺവെൻഷൻ ചേരുന്നത്. മെയ് മാസത്തിൽ നടത്തുന്ന പണിമുടക്കും ഇതിനെതിരായി കണ്ടാണ്. സർ, കേരളത്തിൽ ഈ കരിനിയമങ്ങൾ നടപ്പിലാക്കില്ലെന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയേണ്ടതുണ്ട്. നവലിബറൽ നയങ്ങൾക്കെതിരാണ് നമ്മുടെ നയം. തൊഴിൽ മേഖലയിലും ശക്തമായി ഈ നയം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. ഇന്ത്യയിലെ ഭരണാധികാരികളോട് നമുക്ക് പറയാൻ കഴിയണം, ഈ നിയമം, ഈ കരിനിയമം കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല എന്ന്. കേരളം എന്നും മാതൃകയാണ്. സർ, നവലിബറൽ നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ തൊഴിൽ നയം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് നയം. സർ, കാലം മാറുന്നതിനനുസരിച്ച് മാറ്റമല്ല, മാറ്റം നേരത്തെ കാണാൻ കഴിയണം. കോൺഗ്രസുകാർ നേരത്തെ അത് കണ്ടു എന്നാണ് ശ്രീ കൊള്ളനാടൻ ഇന്നലെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞത്. സർ, ഗ്ലോബലൈസേഷൻ മാറ്റങ്ങൾ നല്ലതാണെന്ന് അദ്ദേഹം സഭയ്ക്കകത്ത് പലപ്പോഴും പറഞ്ഞത്. എല്ലാ കോൺഗ്രസുകാർക്കും ഇത് അഭിപ്രായമാണെന്ന് എൻ്റെ അഭിപ്രായത്തിലില്ല. സർ, മുതലാളിത്തത്തിൻ്റെ അപ്പോസ്തനായ അമേരിക്ക, സർ, സാക്ഷാൽ ട്രംപ് തന്നെ പറയുന്നത് ഈ നയം തുടരാൻ കഴിയില്ല എന്നാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇനി നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നയത്തിൻ്റെ ഫലമായി അമേരിക്ക തന്നെ അപകടത്തിലായെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്ക ഇതാ ഫസ്റ്റിലേക്ക് വരണമെങ്കിൽ ഈ നയം തിരുത്തണമത്രേ. അത് തിരുത്തൽ ഏത് രൂപത്തിലാണെന്ന് വേറെ പ്രശ്നം. പക്ഷേ പല രാജ്യങ്ങളും പുതുവഴികൾ തേടുന്നു. എന്നാൽ ശ്രീ കൊള്ളനാടൻ പറയുന്നത് ഗ്ലോബലൈസേഷൻ നയം ശരിയാണെന്നാണ്. സഹതപിക്കുകയല്ലാതെ മറ്റൊന്നും പറയാനില്ല. സർ, പലരും നവലിബറൽ നയത്തെ കാണുന്നത് കുരുടൻ ആനയെ കണ്ട മട്ടിലാണ്. സാമ്പത്തിക മേഖലയിലെ ഇടപെടൽ മാത്രമല്ല, സമസ്ത മേഖലയിലും ഈ നയത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കും. സർ, നമ്മുടെ സംസ്കാരത്തെയും ബോധത്തെയും നന്മകളെയും എല്ലാം ആക്രമിക്കുന്നതാണ് ഈ നയം. ഈ നയത്തിൻ്റെ സ്വാധീനം ഏറ്റവും പുരോഗമനപരമായ സംസ്ഥാനമെന്ന് നാം അഭിമാനിക്കുന്ന കേരളത്തിലെ സാംസ്കാരിക മേഖലയും ബാധിച്ചിട്ടുണ്ട്. ഇതിനെതിരായി ഒരു അവവാദം വളർത്തിയെടുക്കണം. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ എന്നിവ
പല രൂപത്തിലും ഭാവത്തിലും ബോധപൂർവമായി ഇവിടേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല സിനിമകളും സീരിയലുകളും ദുരാചാര പ്രവർത്തനങ്ങൾക്കും മൂല്യത്തകർച്ചയ്ക്കും സഹായകരമാവുന്ന രൂപത്തിലേക്കാണ് രൂപപ്പെട്ടു വരുന്നത്. അതിൻ്റെ പുറമെ സർ, മൊബൈൽ തുറന്നാൽ കാണുന്നതിനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വൃത്തിഹീനമായ രൂപത്തിലേക്കുള്ള പലതുമാണ് നമ്മൾ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് എതിരായിക്കൊണ്ട് കുട്ടികൾക്കകത്ത് ഒരു സാംസ്കാരിക ബോധമുണ്ടാക്കാൻ നമുക്ക് കഴിയണം. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സർ, സാംസ്കാരിക മേഖലക്കകത്ത് സമഗ്രമായ ഒരു സാംസ്കാരിക നയം രൂപപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് ഇന്ത്യക്കാകെ മാതൃകയാകുന്ന രൂപത്തിലേക്ക്. സർ, സാംസ്കാരിക വകുപ്പിൻ്റെ ഇടപെടലിൻ്റെ പ്രാധാന്യം വളരെ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട്. ആ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് പലതും അപകടത്തിലാണ്. ഈ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുകയും നേരത്തെ നമ്മുടെ ചീഫ് വിപ്പ് സൂചിപ്പിച്ച പോലെ ഈ സാംസ്കാരിക സ്ഥാപനം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അതിൽ ഇടപെടുകയും നടത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, സ്വത്ത് സമ്പാദിക്കുക, പെട്ടെന്ന് പണം സമ്പാദിക്കുക, അതിനുവേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുക എന്ന രൂപത്തിലേക്ക് ഉള്ള സമീപനമാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിത്യേന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ തട്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം, വെട്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം, അത് അകപ്പെടുന്ന പാവപ്പെട്ട ഇരകളെ സംബന്ധിച്ചിടത്തോളം. സർ, ഇതെല്ലാം ഈ ഗ്ലോബലൈസേഷൻ നയത്തിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ കാണണം. ആ ഗ്ലോബലൈസേഷൻ നയത്തിൻ്റെ ബാക്കി പത്രമാണ് ഇതെല്ലാം. തൻ്റെ സുഖം, തൻ്റെ സന്തോഷം, അമ്മയില്ല, അച്ഛനില്ല, പെങ്ങളില്ല, സഹോദരനില്ല, മറ്റാരുമില്ല, താൻ മാത്രം മതി, തന്നിലേക്ക് ചുരുങ്ങുന്ന ഈ സാമ്പത്തിക നയം അത് സമസ്ത മേഖലയ്ക്കകത്തും ഇന്ന് പിടിമുറുക്കിയിരിക്കുകയാണ്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരായ നടപടികളും ഈ കാഴ്ചപ്പാടുകൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. തൻ്റെ സുഖം, തൻ്റെ ആഹ്ലാദം മാത്രമാണ് ലഹരിക്ക് അടിമപ്പെട്ടവൻ. ഇപ്പോൾ അവനത് മാത്രം മതി, തൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും പെങ്ങളും ഒന്നും വേണ്ട എന്ന രൂപത്തിലേക്കുള്ളത്. അതുകൊണ്ട് ലഹരിക്കെതിരായ ശക്തമായ രൂപത്തിൽ അവബോധം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. നമുക്ക് പഠന തൊഴിൽ മേഖല കേന്ദ്രങ്ങളിൽ, പൊതുയിടങ്ങളിൽ എല്ലാം തന്നെ ശക്തമായ രൂപത്തിലേക്കുള്ള പ്രചാരവേല കൊണ്ടുവരാൻ കഴിയണം. സമസ്ത മേഖലയ്ക്കുള്ളവരും യോജിപ്പിച്ചെടുത്തുകൊണ്ടുള്ള വലിയ രൂപത്തിലേക്കുള്ള പ്രവർത്തനം നടത്താൻ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. അതിനെ അഭിനന്ദിക്കുകയാണ് ഗവൺമെൻറ് വകുപ്പിനെയും ബന്ധപ്പെട്ടവരെയും. അത് ഇനി വിപുലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല, ജാതിയുടെ പ്രശ്നമല്ല, മതത്തിൻ്റെ പ്രശ്നമല്ല. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വരെ നേടിയ എല്ലാ നേട്ടങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണസമ്പാദനത്തിന് വേണ്ടി സാമ്രാജ്യത്തിൻ്റെ വലിയ ഏജൻസികൾ, വൻകിട രാഷ്ട്രങ്ങളിലെ പ്രമാണിമാർ, നമ്മുടെ രാജ്യത്തിൽ ഈ സമ്പത്ത് കേന്ദ്രീകരിക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മളെ കരമാർഗവും കടൽമാർഗവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പിടിച്ച കണക്കുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി സർ. നമ്മളെ കടലോര മേഖലയ്ക്കകത്ത് ഇന്ന് വ്യാപകമായ തോതിലേക്ക് ഈ ലഹരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കടലോരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ ഗൗരവതരമായ രൂപത്തിലേക്കുള്ള ഒരു പരിശോധനയിലേക്ക് വകുപ്പ് നീങ്ങണം. അതിന് ഇടപെടലുകൾ ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ്. നമ്മൾ നിലനിർത്തിയ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിന് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ. അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച സ്പോർട്സ് വകുപ്പാണ് നമുക്കുള്ളത്. ഇവിടെ വളരെ സൂചിപ്പിക്കേണ്ടായി, എസ് മൊയ്തീൻ ആ കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കേണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം സർ, സ്പോർട്സ് പല നേട്ടങ്ങളും കൈവരിച്ച സ്പോർട്സ് താരങ്ങൾ നമ്മൾ കേരളത്തിനകത്തുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന് ഉദ്ദേശതലത്തിൽ ഇനിയും ഉയരാൻ കഴിയേണ്ടതുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്താണ് സർ അതിൻ്റെ യശസ് കൂടുതൽ ഉയർത്തിയത്. അതിൻ്റെ കണക്കുകൾ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും കളിസ്ഥലമുണ്ട്. സർ, നമ്മളെ ഈ ഇത്തരം അധപ്പതനങ്ങൾക്ക് കാരണമായി വരുന്നത് തെറ്റായ രൂപത്തിലേക്കുള്ള ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നമ്മളെ കുട്ടികൾ ആകർഷിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സാംസ്കാരിക മേഖല പ്രവർത്തനത്തോടൊപ്പം തന്നെ സ്പോർട്സ് മേഖലയ്ക്ക് പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സർ, നമ്മളെ എല്ലാ വാർഡിലും പണ്ടൊക്കെ ഒരു കളിസ്ഥലമുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സ്പോർട്സ് ക്ലബ്ബുകൾ, സമ്മൻസുള്ള ആൾക്കാർ, ഇവരെ യോജിപ്പിച്ചെടുത്തുകൊണ്ട് ഈ കളിസ്ഥലങ്ങൾ വ്യാപകമാക്കുക, അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കായികമേള, കോളേജ് സ്പോർട്സ് ലീഗ്, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടപെടലുകൾ, ഇതൊക്കെ ഈ മേഖലയ്ക്കകത്ത് ശക്തമായി നടത്തുന്നുണ്ട്. എന്നാലും കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യവും നമ്മുടെ കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കാകെ മാതൃകയാവുന്ന രൂപത്തിലേക്ക് നമ്മൾ പ്രഖ്യാപിച്ച സ്പോർട്സ് നയം കൂടുതൽ ശക്തമായി നടത്താൻ നമുക്ക് കഴിയണം. നമ്മളെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും അതിലേക്ക് രംഗത്തിറക്കാൻ കഴിയുന്ന ബോധപൂർവമായ ഇടപെടൽ ഇനിയും നമുക്ക് നടത്താൻ കഴിയണം. സർ, മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ സാംസ്കാരിക മേഖലയ്ക്കകത്തുള്ള സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഫണ്ട്
വർദ്ധിപ്പിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ആലോചിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലിന്റെ മേഖലയായി സാംസ്കാരിക മേഖലയെ നമുക്ക് മാറ്റാൻ കഴിയണം. ഞാൻ ജനാധിപത്യത്തിനെ പിന്തുണയ്ക്കുന്നു.